ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ തവണ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വെറൈറ്റി സാധനമാണ്. ഈ കേരളത്തിൻ്റെ തന്നെ പല സ്ഥലത്തായിട്ട് ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കേട്ടങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, അവൻ്റെ അരിയെത്തി. ഇങ്ങനെയാണ് ആ ഒരു പഴമൊഴിയിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അറിയില്ല. നോർമലി ഈ മുളയുടെ ഒരു കാലാവധി 30-35 വർഷമൊക്കെയാണ്. 35-40 വരെയുണ്ട്. ഈ 35 വർഷം കഴിയുമ്പോഴാണ് അതുമ്മ അരി ഉണ്ടാവുന്നത്. മുളയരി നിങ്ങൾ കേട്ടോ, മുളയരി കഞ്ഞി, മുളയരി പായസം ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നിലവിൽ ഈ 35 വർഷത്തിന് ശേഷം ഈ അരി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് മുള എന്തായാലും നശിച്ചു പോകും. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ചിലവർ പറയണേ ആളുടെ അരി എത്തി എന്നൊക്കെ നോർമലി പറയണേ. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഓട്ടോമാറ്റിക് ആൾക്കാരിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു സെൻറ്റൻസ് ആയതാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ഞാനിതുവരെയും മുളയരി ലൈവായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ തവണ അങ്ങനെ കാണാൻ നമ്മൾ വന്ന വഴി അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ എന്തായാലും 35 കൊല്ലം കഴിഞ്ഞൊക്കെ എങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതെന്തായാലും റെയറാണ്. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ തവണ ഇപ്പോൾ മുളയരി ഉണ്ടായിരിക്കുന്നത് അതിരപ്പള്ളി പോകുന്ന വഴിയാണ്. അതിരപ്പള്ളിയിലോട്ട് നമ്മളെല്ലാവരും നോർമലി സെലക്ട് ചെയ്യുന്ന വഴി ചാലക്കുടി കൂടിയാണ്. ചാലക്കുടിയിൽ നിന്ന് സ്ട്രെയിറ്റ് അതിരപ്പള്ളിയിലോട്ട് റോഡുള്ളതുകൊണ്ട് എല്ലാവരും അതാണ് ചൂസ് ചെയ്യാറ്. അതല്ലാതെ മറ്റൊരു വഴിയും കൂടി നമുക്ക് അതിരപ്പള്ളിയിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ വന്നിട്ട് അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്പുറ റൂട്ട് ആദ്യം വരണം. ചന്ദ്രപുര ജംഗ്ഷനിൽ നിന്ന് കണ്ണിമംഗലം പാണ്ഡുവാർ റോഡ് പിടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് അതിരപ്പള്ളിയിലോട്ട് പോകാൻ കഴിയും. ഉൾക്കാടിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് ഈ റോഡ് സമ്മാനിക്കുന്നത്. വരുന്ന വഴി ഭാഗ്യമുള്ളവർക്ക് മാൻമ്ലാവ് എന്നിങ്ങനെയുള്ള വന്യമൃഗങ്ങളെയൊക്കെ റോഡ് സൈഡിൽ തന്നെ കാണാൻ കഴിയും. ഉൾക്കാടിലൂടെയുള്ള വഴി കാരണം തന്നെ കുറച്ച് പോകുമ്പോൾ നമുക്ക് റോഡ് ഇത്തിരി മോശമാണ്. അപ്പോൾ ഓഫ് റോഡും ഒരു ഫോറസ്റ്റിൻ്റെ അകത്തേക്കുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ റൂട്ട് സെലക്ട് ചെയ്യാം. പോകുന്ന വഴി നമ്മൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അകത്ത് റബ്ബർ എസ്റ്റേറ്റിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് 2 ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ചെക്ക് പോസ്റ്റിൽ കാറുകൾക്ക് നോർമലി 25 രൂപയാണ് ഒരു പാസ് ഈടാക്കുന്നത്. നശിച്ചു പോയി തുടങ്ങും.
മുളയരി ഉണ്ട് അതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടാണ് ഇത് കശുവണ്ടി മുളച്ചതാണ്. സ്വാദിഷ്ടമായൊരു കറിക്ക് ഇത് തന്നെ ധാരാളം.